സ്വർണ്ണാഭരണങ്ങളൊക്കെ ലഭിക്കുന്ന പുതിയ ഗൃഹം വാങ്ങിക്കാനൊക്കെ സാധിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ്. മത്സര പരീക്ഷകളിൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ പുതിയ സുഹൃത്ത് വലയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ ഈ കാലയളവിന് ശേഷം കുറേയൊക്കെ മാറിക്കിട്ടുന്ന ഒരു വർഷമാണ്. തൊഴിൽ സംബന്ധമായിട്ട് പുരോഗതി ഉണ്ടാകും. അതിനുശേഷം നിരവധി ഗുണങ്ങളും, ചെറിയ ഗുണങ്ങളല്ല, നല്ല രീതിയിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവായിരിക്കും. ഈ ജോലിയോടൊപ്പം പഠനം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഗുണകരമായ ഒരു കാലയളവാണ്. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2026 വിഷുവർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പൂരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എന്തൊക്കെ ഫലങ്ങളാണ്, എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. ഉത്തരത്തിനെ സംബന്ധിച്ച് ആദ്യ പകുതി, അതായത് ഈ വിഷുവർഷത്തിൻ്റെ ആദ്യ പകുതി മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കുറച്ചുണ്ടാകുകയും അതിനുശേഷം പുരോഗതി സംഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവാണ്. അതായത് വർഷത്തിൻ്റെ ആദ്യ പകുതി കുറച്ച് ദോഷങ്ങളും അതിനുശേഷം നിരവധി ഗുണങ്ങളും, ചെറിയ ഗുണങ്ങളല്ല, നല്ല രീതിയിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവായിരിക്കും ഈ വിഷു വർഷഫലം എന്ന് പറഞ്ഞാൽ. കാരണം ഈ വ്യാഴമാറ്റത്തിൻ്റെ കാര്യവും കൂടെ വരുന്നത് കൊണ്ടും ദൈവാധീനം, ഈശ്വരാധീനം നന്നായിട്ട് വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് യഥാർത്ഥത്തിൽ ഉത്തര നക്ഷത്രത്തിന് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾ ഈ കാലയളവിന് ശേഷം കുറേയൊക്കെ മാറിക്കിട്ടുന്ന ഒരു വർഷമാണ്. തൊഴിൽ സംബന്ധമായിട്ട് പുരോഗതി ഉണ്ടാകും. അതുപോലെ പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ, ഈ പറഞ്ഞ 6 മാസക്കാലങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വർഷമാണ് 2026 വിഷുവർഷം എന്ന് പറയുന്നത്. വ്യവസായങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കൂട്ടുകച്ചവടമൊക്കെ വളരെ ആലോചിച്ച് വേണം ചെയ്യുവാനായിട്ട്. പൊതുവായി വിദ്യാഭ്യാസപരമായിട്ട് ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ പുതിയ സുഹൃത്ത് വലയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവാണ്. നിങ്ങളിപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഇപ്പോൾ വീട്ടിൽ അതായത് ഗൃഹഭരണം നടത്തുന്ന സ്ത്രീകളായിട്ടുള്ള ഉത്തര നക്ഷത്ര ജാതരൊക്കെ ഓൺലൈനായിട്ട് എന്തെങ്കിലും കോഴ്സൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കോഴ്സൊക്കെ പഠിക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ്. പിന്നീട് നിങ്ങളുടെ ലൈഫിൽ അത് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾ, അത് ജോലിയോടൊപ്പം പഠനം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഗുണകരമായ ഒരു കാലയളവാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ നിലനിൽക്കും. അച്ഛനമ്മമാരുമായിട്ട് ചെറിയ വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം വർദ്ധിക്കുന്ന ഒരു കാലയളവാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച തുക മറ്റെന്തെങ്കിലും അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാലയളവുണ്ടാകും. സ്വർണ്ണാഭരണങ്ങളൊക്കെ ലഭിക്കുന്ന പുതിയ ഗൃഹം വാങ്ങിക്കാനൊക്കെ സാധിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഉത്തര നക്ഷത്രത്തിന് ഈ വിഷുവർഷ കാലം എന്ന് പറയുന്നത്. വാഹനലാഭവും ഇതിനോടൊപ്പം കാണുന്നുണ്ട്. വിവാഹപരമായിട്ടുള്ള കാര്യത്തിന്, വിവാഹത്തിന് ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർക്ക് അത്ര ഗുണകരമായ ഒരു കാലയളവല്ല ആദ്യത്തെ ഈ 6 മാസക്കാലം എന്ന് പറയുന്നത്. അതിനുശേഷം വലിയ പ്രശ്നങ്ങളില്ലാതെ അത് മുമ്പോട്ട് പോകുന്നതായിരിക്കും. എന്നാൽ സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീജനങ്ങൾക്ക് വരുന്ന ഒരു വർഷക്കാലത്തിൽ, വിഷുവർഷക്കാലത്തിൽ ഏത് സമയവും നല്ല മുഹൂർത്തം നോക്കി എടുക്കുകയാണെങ്കിൽ ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീജനങ്ങൾക്ക് വിവാഹത്തിന് ഈ വർഷം ഉടനീളം നല്ല സമയം തന്നെയാണ്. പ്രണയ സംബന്ധമായിട്ട് പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. മാനസികമായി എന്തെങ്കിലുമൊക്കെ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തകർന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ തകർച്ചയൊക്കെ മാറ്റി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ഈ വിഷുവർഷക്കാലത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. വ്യാവസായികപരമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വ്യവസായത്തിന് നിങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് വളരെയധികം ചിന്തിക്കുക. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു അപ്ഡേഷൻ നിങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ.
അതുപോലെ അതിന് പാർട്ട്നേഴ്സിനെയൊക്കെ പിടിച്ച് വയ്ക്കുന്നതും വളരെ ശ്രദ്ധിച്ചു വേണം. എല്ലാ പാർട്ട്നേഴ്സും നിങ്ങൾ കാണുന്ന എല്ലാ ചിരിച്ച മുഖങ്ങളും ഉള്ളിൽ ചിരിച്ചവരായിരിക്കില്ല, ചിലപ്പോൾ ഉള്ളിൽ കറുത്തവരായിരിക്കും. അതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചു വേണം മുമ്പോട്ട് പോകുവാനായിട്ട്. വളരെ ശ്രദ്ധയോടുകൂടി വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ തുടങ്ങാൻ സാധിക്കുന്നെങ്കിൽ അങ്ങനെ, അതുമല്ലെങ്കിൽ വേറെ നിങ്ങൾ എങ്ങനെയാണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ. ഏറ്റവും പ്രധാനമായിട്ട് ഭക്ഷണ സംബന്ധമായിട്ടും അതുപോലെ തന്നെ നേരത്തെ ഞാൻ മകത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ സാഹിത്യം, ഭാഷ, അധ്യാപനം, അതുപോലെ തന്നെ ഈ ഹരിത സംബന്ധമായിട്ടുള്ള, അതായത് സസ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചാൽ, സ്പൈസസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുവാനൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം മുന്നോട്ട് പോകുവാൻ ഉത്തരനക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർക്കായിരുന്നാലും സ്ത്രീജനങ്ങൾക്കായിരുന്നാലും ഈ കാലയളവിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അതുപോലെ ആത്മീയ സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറേ കൂടി മെച്ചപ്പെട്ടൊരു ജീവിതം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഉത്തരനക്ഷത്ര ജാതർ, പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഒരു 6 മാസക്കാലം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. വലിയ അപകടങ്ങൾ സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ നിങ്ങളുടെ രോഗത്തിന് ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങളെടുത്ത് മുമ്പോട്ട് പോവുക. ഈ പല രോഗങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗങ്ങളൊക്കെ പൂർണ്ണമായി മാറുന്ന ഒരു വലിയ അത്ഭുതങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. പൊതുവെ ഉത്തരനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ആദ്യം പറഞ്ഞതുപോലെ ഗുണദോഷം എന്ന് തന്നെ പറയാം, ഗുണദോഷ സമ്മിശ്രം എന്ന് തന്നെ പറയാം. അതിൽ ദോഷപരമായിട്ടുള്ള കാലഘട്ടങ്ങൾ ഈ പറഞ്ഞ 6 മാസക്കാലങ്ങൾക്കുള്ളിൽ കടന്നു പോവുകയും അതിനുശേഷം ഗുണകരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന കാലയളവാണ്. ഈശ്വരാനുഗ്രഹം നന്നായി വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഉത്തരത്തിന്. അതുകൊണ്ട് തന്നെ ഈശ്വര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കുറേ കൂടി മുൻതൂക്കം കൊടുക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ വസ്ത്രമോ അന്നമോ ദാനം ചെയ്യുന്നത് ഈ വിഷുവർഷക്കാലത്തിൽ ഉത്തരനക്ഷത്ര ജാതർക്ക് വളരെയധികം ഗുണകരമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഈശ്വരാധീനം, കർമ്മത്തിലൂടെയുള്ള ദൈവാധീനം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഉത്തരനക്ഷത്ര ജാതരുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. ദോഷപരിഹാരാർത്ഥം ഉത്തരനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ചെയ്യേണ്ടത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ആദിത്യന് പൊങ്കാല സമർപ്പിക്കുക. മാസത്തിൽ ഒരു ഞായറാഴ്ചയെങ്കിലും, പറ്റുമെങ്കിൽ 3 ഞായറാഴ്ച ഇടാൻ സാധിച്ചാൽ അത്രയും നല്ലത്. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ആർക്കെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ നടയിൽ, നിങ്ങൾ തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്, വീടിൻ്റെ നടയിൽ ആദിത്യന് പൊങ്കാല ഇട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പൊങ്കാല ഇടുന്ന സമയത്ത് ഈശ്വരാനുഗ്രഹം നന്നായി ലഭിക്കണമെന്ന് നന്നായി പ്രാർത്ഥിച്ചു വേണം ആ കാര്യം ചെയ്യുവാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ശാസ്താക്ഷേത്രത്തിൽ ഭഗവാന് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശ്രീധർമ്മ അഷ്ടോത്തര ശതനാവലി ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരമോ രാവിലെയോ കൃത്യമായി ജപിച്ചു പോരുന്നതും ഉത്തരനക്ഷത്ര ജാതർക്ക് നല്ലതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം നടത്തി സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാവലി ജപിക്കുന്നതും ഷഷ്ടിവ്രതം, കൃത്യമായിട്ട് ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനുള്ള ഫലം ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. വലിയ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും ഈ കാര്യത്തിൽ ഒരു ഒരു എക്സ്പീരിയൻസ് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. ഷഷ്ടിവ്രതം മനസ്സറിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഫലം ഉറപ്പായിട്ടും ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട അതിൻ്റെ അകത്ത്. സുബ്രഹ്മണ്യ സ്വാമിയെയും ശാസ്താവിനെയും ആദിത്യനെ നമ്മൾക്ക് ശിവനായി കണ്ടു തന്നെ പറയാം. ശിവനെയും ശാസ്താവിനെയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെയും വിഘ്നേശ്വരനായ സർവ്വവിഘ്നങ്ങളും അകറ്റുന്ന ഗണപതിയെയും ആദിപരാശക്തിയായ ദേവിയെയും മൂകാംബികേശ്വരിയായ ദേവിയെ നന്നായി പ്രാർത്ഥിക്കുന്നത് ഉത്തരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ബാലഭദ്ര സ്വരൂപത്തിലുള്ള ദേവിയെ പ്രാർത്ഥിക്കുന്നതും ആ ദേവിയുടെ ധ്യാന മന്ത്രങ്ങൾ ജപിക്കുന്നതും ഈ വിഷുവർഷക്കാലത്തിൽ ഉത്തരത്തിന് ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി തരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ഉത്തരനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും സന്തോഷവും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ നല്ല ഒരു വിഷുക്കാലം ആശംസിക്കുന്നു. അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.